എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഷാദിയ അഫ്സൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും കഴിഞ്ഞ പാഠങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിലെ പാഠപ്രവർത്തനങ്ങളുടെ ഉത്തരമാണ്. ബീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ബീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിലെ പാഠപ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. വായിക്കാം, കണ്ടെത്താം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ബീച്ച് പൂന്തോട്ടം എന്ന തിരക്കഥ വായിച്ചല്ലോ. എന്താണിതിലെ പ്രധാന ആശയം? ഉത്തരമെഴുതാം. പരിസ്ഥിതിക്കുമേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റത്തെയാണ് വെട്ടിക്കളഞ്ഞ ബീച്ചുമരങ്ങൾ സൂചിപ്പിക്കുന്നത്. മരങ്ങൾ വെട്ടിക്കളഞ്ഞതിലുള്ള കുട്ടിയുടെ സങ്കടം പ്രകൃതിക്കു നേരെ മുതിർന്നവർ ചെയ്യുന്ന ദ്രോഹം കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റുള്ളവർക്ക് അദൃശ്യയായ പെൺകുട്ടി മുതിർന്നവർ യാതൊരു ദയയുമില്ലാതെ നശിപ്പിച്ച ബീച്ച് പൂന്തോട്ടത്തിൻ്റെ ആത്മാവാണ്. കുട്ടി മാത്രം പെൺകുട്ടിയെ കാണുന്നതിൽ നിന്ന് പ്രകൃതി അദൃശ്യ സാന്നിധ്യമായി തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പമുണ്ട് എന്ന ആശയം പങ്കുവയ്ക്കുന്നു. അതുപോലെ ബീച്ച് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ നിറയെ പൂത്തു നിൽക്കുന്ന പൂന്തോട്ടം വാങ്ങാൻ കഴിയില്ല എന്ന കുട്ടിയുടെ വാക്കുകൾ പ്രകൃതിയുടെ വരദാനങ്ങൾ വിലയ്ക്കു വാങ്ങാൻ കഴിയില്ല എന്ന ആശയം പകരുന്നു. ബീച്ച് മരങ്ങൾ വീണ്ടും പൂക്കുന്നതായി കുട്ടി കാണുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊപ്പം പ്രകൃതി ഉണ്ടാകും എന്നതിൻ്റെ അടയാളമാണിത്. പൂന്തോട്ടത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റച്ചെടി ഒരിക്കലും അവസാനിക്കാത്ത പ്രതീക്ഷയുടെയും. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബീച്ച് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും? എന്തുകൊണ്ടായിരിക്കാം കുട്ടി ഇങ്ങനെ പറയുന്നത്? ഉത്തരമെഴുതിക്കോളൂ. പ്രകൃതിയുടെ ദാനമാണ് പൂന്തോട്ടം. അത് വില കൊടുത്തു വാങ്ങാവുന്ന ഒന്നല്ല. വസന്തകാലമാകുന്നതോടെ ബീച്ച് മരങ്ങൾ പൂവിടും. ബീച്ച് മരങ്ങൾ വെട്ടിക്കളഞ്ഞപ്പോൾ പൂക്കാലം ഇല്ലാതായി. മരങ്ങൾ ഇല്ലാതെ പൂക്കാലം തിരിച്ചു കൊണ്ടുവരാൻ ആവില്ല. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് പൂന്തോട്ടത്തെ
വാങ്ങാനാവില്ല എന്ന് കുട്ടി പറയുന്നത്? അടുത്ത പ്രവർത്തനം നോക്കൂ. ഊഹിക്കാം പറയാം. തിരക്കഥയിൽ ആറാമത്തെ പെൺകുട്ടിയെക്കുറിച്ചുള്ള പരാമർശം ഇടയ്ക്കിടെ വരുന്നുണ്ടല്ലോ. ആരാവാം ആ പെൺകുട്ടി? ഉത്തരമെഴുതിക്കോളൂ. തിരക്കഥയിലെ പ്രധാന കഥാപാത്രമായ ആൺകുട്ടിക്ക് മാത്രം കാണുന്നവളാണ് ആറാമത്തെ പെൺകുട്ടി. പീച്ച് മരങ്ങൾ വെട്ടി നശിപ്പിച്ചതിൽ വേദനിക്കുന്ന അവൻ മാത്രമേ ഈ പെൺകുട്ടിയെ കാണുന്നുള്ളൂ. പ്രകൃതിയാവാം ഈ പെൺകുട്ടി. ഒരുപക്ഷേ മുതിർന്നവരാൽ നശിപ്പിക്കപ്പെട്ട പീച്ച് പൂന്തോട്ടത്തിൻ്റെ ആത്മാവുമാകാം. എന്നും തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം പ്രകൃതി അദൃശ്യ സാന്നിധ്യമായി, ആശ്വാസമായി, പ്രത്യാശയായി നിലകൊള്ളുമെന്ന് ഈ ആറാമത്തെ പെൺകുട്ടിയിലൂടെ ചലച്ചിത്രകാരൻ സൂചിപ്പിക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. പോസ്റ്റർ തയ്യാറാക്കാം. ഈ സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നു. ഇതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. എന്തെല്ലാം ഉൾപ്പെടുത്താം? സിനിമയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ, പിന്നിൽ പ്രവർത്തിച്ചവർ. എന്നാൽ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കിയാലോ? സ്ക്രീനിൽ കാണുന്ന പോസ്റ്റർ ഉത്തരമായി നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. സിനിമ കാണാം, കണ്ടെത്താം. ആദ്യത്തെ ചോദ്യം നോക്കൂ. കുറോസോവയുടെ ഡ്രീംസ് എന്ന സിനിമയിലെ പീച്ച് പൂന്തോട്ടം കണ്ടല്ലോ. വായിച്ച തിരക്കഥയും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും താരതമ്യം ചെയ്യൂ. ഉത്തരം എഴുതിക്കോളൂ. സിനിമയുടെ സാഹിത്യരൂപമാണ് തിരക്കഥ. തിരക്കഥയും സിനിമയും വ്യത്യസ്തമായ അനുഭവമാണ് പകരുന്നത്. തിരക്കഥ വായനാനുഭവവും സിനിമ ദൃശ്യാനുഭവവും പകരുന്നു. തിരക്കഥയുടെ വായനയിലൂടെ മനസ്സിൽ ദൃശ്യാനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എങ്കിലും തിരക്കഥയിൽ നിന്ന് വ്യത്യസ്തമായി ശബ്ദം, സംഗീതം, വേഷം, വെളിച്ചം, പശ്ചാത്തല ദൃശ്യങ്ങൾ, കഥാപാത്രങ്ങളുടെ ചലനം ഇവയൊക്കെ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ പതിയുന്നത് മറ്റൊരു രീതിയിലാണ്. ചുവപ്പ് പരവതാനി വിരിച്ച ഗോവണി, അതിൽ നിരത്തി വച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള പാവകൾ, പശ്ചാത്തലത്തിൽ കാണുന്ന ഫ്ലവർ ബേസിനിലെ പീച്ച് മരത്തിൻ്റെ ശിഖരം തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെ
ഒന്നാമത്തെ സീനിനെ മനോഹരമാക്കുന്നു. രണ്ടാമത്തെ സീനിലെ കാടിൻ്റെ ചിത്രീകരണം അതിമനോഹരമാണ്. ഇടവിട്ട് വളർന്ന മരങ്ങൾക്കിടയിൽ പ്രകാശവും നിഴലും ചേർന്നിരിക്കുന്ന ദൃശ്യം മികച്ച കാഴ്ചാനുഭവമാണ്. മൂന്നാമത്തെ സീനിലെ പാവകളുടെ നൃത്തവും വേഷവിധാനങ്ങളും ചലനങ്ങളും നിറങ്ങളുടെ ഘോഷയാത്രയാണ് പ്രേക്ഷകർക്കു മുമ്പിൽ ഒരുക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ വർഷിക്കുന്നതും വായനാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ അനുഭൂതി പകരുന്നു. പൂത്തുനിൽക്കുന്ന പീച്ച് മരങ്ങൾ. പീച്ച് മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന വെള്ള ഉടുപ്പിട്ട പെൺകുട്ടി. കഥാപാത്രങ്ങളുടെ മുഖത്തു വരുന്ന ഭാവമാറ്റങ്ങൾ. വെട്ടിമാറ്റപ്പെട്ട പീച്ചുതോട്ടം. അവിടെ പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റച്ചെടി. അത് കാണുമ്പോൾ കുട്ടിയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ. നിരാശ പ്രതീക്ഷയ്ക്ക് വഴിമാറുന്നത്. എല്ലാം നേരിൽ കാണുന്ന പ്രതീതിയാണ് സിനിമ നൽകുന്നത്. ശബ്ദവും വെളിച്ചവും സംഗീതവും സിനിമയിൽ സന്നിവേശിപ്പിക്കുന്നത് കാഴ്ചാനുഭവത്തെ ഹൃദ്യമാക്കുന്നു. അതുപോലെ അടുത്തുള്ള കാഴ്ചകളും അകലക്കാഴ്ചകളും ക്രമീകരിക്കാൻ കഴിയുന്നത് സിനിമയിലാണ്. ഒട്ടേറെ വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ ദൃശ്യത്തിലൂടെ ആവിഷ്കരിക്കാൻ കഴിയും എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. പീച്ച് പൂന്തോട്ടം എന്ന ഹ്രസ്വചിത്രത്തെ ആസ്പദമാക്കി ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കൂ. എന്താണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? പീച്ച് പൂന്തോട്ടം എന്ന ഈ ഹ്രസ്വചിത്രത്തെ ആസ്പദമാക്കി നമ്മുടെ ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ചർച്ചയിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം കൂട്ടുകാരെ? പീച്ച് പൂന്തോട്ടം എന്ന ഈ ഹ്രസ്വചിത്രത്തിൻ്റെ പ്രമേയം, ഓരോ സീനിൻ്റെയും പ്രത്യേകതകൾ, സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സീൻ, സിനിമയിലെ ഓരോ സീനും ആകർഷകമാകുന്നതെങ്ങനെ? ചർച്ചയിൽ ഇവയെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക്